20 വയസ്സായ ഒരു യുവാവോ യുവതിയോ ഒന്നോ രണ്ടോ വർഷത്തെ ആനന്ദപൂർണമായ ജീവിതത്തിനാണ് ലഹരി ഉപയോഗിക്കുന്നത്. അതിനപ്പുറം അവർക്ക് സാമൂഹ്യ മനുഷ്യരായും ശാരീരികമായും ഭൗതികമായും ജീവിക്കാൻ കഴിയില്ല. ലഹരി ഉൽപ്പന്നങ്ങളോ മറ്റു രീതിയിലുള്ള ആഡംബര ജീവിതമോ 2-3 വർഷം മാത്രമേ അവർക്ക് ശാരീരികമായ ഉത്തേജനം നൽകുന്നുള്ളൂ. അപ്പോഴേക്കും മാറ്റപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള രോഗത്തിനും ആന്തരിക അവയവങ്ങളുടെ തകർച്ചയ്ക്കും ഇത്തരം ചെറുപ്പക്കാർ അടിമപ്പെട്ട് ഈ ലോകത്തോട് വിട പറയുന്നു. ഇത് ഉണ്ടാക്കുന്ന ജീവിത രീതികളിൽ വന്ന മാറ്റം കൊണ്ടാണ്. ഇത് കേവലം ഭക്ഷണം കൊണ്ടോ അറിവ് കൊണ്ടോ മാറ്റിയെടുക്കാൻ കഴിയാത്ത വിധം അതിൻ്റെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ നേരിട്ട് തന്നെ ഇത്തരം മനുഷ്യരെ ബാധിക്കുന്നു. റിസാല അപ്ഡേറ്റ് 2025 നമ്മുടെ മക്കൾ ഭാഗം 6. നവസാമൂഹിക വ്യക്തി സമൂഹം ജീവിതം. ആധുനിക മനുഷ്യ സങ്കല്പങ്ങളെ നിർണയിക്കുന്നതിൽ ഭൗതിക സാഹചര്യങ്ങൾ ചെലുത്തുന്ന സ്വാധീനം ചെറുതല്ല. 1990കളിലെ ആഗോളവൽക്കരണത്തിന്റെ തുടക്കവും 2000-ന് ശേഷമുള്ള നവസാങ്കേതികതയും സാമൂഹ്യ ജീവിതത്തിലെ അതുവരെയുള്ള മൂല്യക്രമത്തെ അടിസ്ഥാനപരമായി ബാധിച്ചിട്ടുണ്ട്. എന്നാൽ ശാസ്ത്ര സാങ്കേതിക ജ്ഞാനമണ്ഡലങ്ങളിലൂടെ ശക്തി പ്രാപിച്ച ഭൗതികതയെ നിരാകരിച്ചുകൊണ്ടോ മാറ്റി നിർത്തിക്കൊണ്ടോ ഇനിയുള്ള സമൂഹത്തിന് മുന്നോട്ടു പോകാൻ കഴിയില്ല. അത്രമാത്രം മനുഷ്യന്റെ ദൈനംദിന സാമൂഹ്യ ജീവിതവുമായി പുതുകാല നവസാങ്കേതിക വിപ്ലവം ഇഴുകിച്ചേർന്നിട്ടുണ്ട്. 2000-ന് ശേഷമുണ്ടായ ഏറ്റവും വലിയ പ്രത്യേകത അന്നുവരെ ഉണ്ടായിട്ടുള്ളതും നിലനിന്നതുമായ സാമൂഹ്യ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ പുതിയ ഇടപെടലുകൾ സംഭവിച്ചു എന്നതാണ്. അത് ലോകത്തിന് തന്നെ പുതിയ വഴി തുറന്നു കൊടുത്തു. ഈ വഴിയിൽ പഴയ തലമുറയിൽ ചിലർ അപരിചിതത്വത്തിന്റെ കുണ്ടും കുഴിയും കണ്ട് തരിച്ചു നിന്നു. മറ്റു ചിലർ അതിൻ്റെ സാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു. 2000-ന് ശേഷം പിറന്ന കുട്ടികൾക്ക് നവസാമൂഹിക ഉത്പാദിപ്പിക്കുന്ന സകലമാന പുതു കണ്ടുപിടുത്തങ്ങളോടും കാഴ്ചകളോടും അനായാസം പൊരുത്തപ്പെടാൻ കഴിഞ്ഞു. അത് നൽകുന്ന അമിതമായ ആത്മാനുഭൂതി ഭൂതകാല ചരിത്രത്തിലേക്കുള്ള വഴി നടത്തങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയോ അവ അപ്രസക്തമാണ് എന്ന ബോധം സൃഷ്ടിക്കുകയോ ചെയ്തു. ഇത് അന്നുവരെ നിലനിന്ന നാട്ടുജീവിതത്തിൻ്റെയും വീട്ടുജീവിതത്തിൻ്റെയും നൈതികതയെ ചോദ്യമുനയിൽ നിർത്തി. അതുവഴി രൂപപ്പെട്ട ആത്മബന്ധങ്ങളിൽ അതുണ്ടാക്കിയ പിഴവുകൾ ചെറുതല്ല. അവയെ നിർണയിച്ച നിരവധി ഘടകങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ഇന്ന് പുതുതലമുറയിൽ കണ്ടുവരുന്ന മൂല്യരാഹിത്യവും സാമൂഹ്യ ജീവിതത്തിൽ ആവശ്യം വേണ്ട രാഷ്ട്രീയ ബോധവും അന്യം നിന്നു പോകുന്നു. അതിന് കാരണമാകുന്ന വിധം അവരിലുണ്ടായ മാറ്റങ്ങളുടെ പിറവിയിടത്തിൽ പ്രധാനം വീട് തന്നെയാണ്. അതിനെ നമ്മൾ കുടുംബമായി സങ്കല്പിക്കുമ്പോൾ ആ കുടുംബം ഒരിക്കലും പഴയ ഫ്യൂഡൽ സംവിധാനത്തിലെ അധികാര സ്ഥാപനങ്ങളായി നിലനിൽക്കേണ്ടതല്ല. ഇനി അതിന് അങ്ങനെ നിലനിൽക്കാൻ കഴിയില്ല. കാരണം പഴയ കുടുംബ ജീവിതത്തിൽ നിലനിന്നു പോന്ന അധികാരവും അതിനെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള കുടുംബത്തിന്റെ കെട്ടുറപ്പും തകരുന്ന രീതിയിലേക്കാണ് അണുകുടുംബം ശക്തിപ്പെട്ടത്. 4-5 പേർ മാത്രം അടങ്ങുന്ന ഒരു ചെറു ഗ്രൂപ്പായി മാറിക്കഴിഞ്ഞു ഇന്ന് വീട്. ഇതെങ്ങനെയാണ് നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ മാറ്റി തീർക്കുന്നത് എന്ന അന്വേഷണം എന്നത്തേക്കാളും ഇന്ന് പ്രസക്തമാണ്. കാരണം കേരളം ഇന്ന് എത്തി നിൽക്കുന്ന അപകടകരമായ സാമൂഹ്യ അവസ്ഥ അതാണ് തെളിയിക്കുന്നത്. വിദ്യാർത്ഥികളിലും യുവാക്കളിലും കണ്ടുവരുന്ന മയക്കുമരുന്ന് ഉപയോഗങ്ങൾ നാടിനെയും വീടിനെയും ഭയപ്പെടുത്തി കഴിഞ്ഞു. ഇതിന് നടുവിൽ നിൽക്കുന്ന യുവത്വങ്ങളിൽ അവർ അറിയാതെ അവരിൽ എത്തിപ്പെടുന്ന സാമൂഹ്യ വിപത്തിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ഭാവി അല്പം പോലും ശോഭനമാകില്ല. അവരുടെ സമീപനങ്ങൾ അല്പം പോലും പ്രതീക്ഷ നൽകുന്നതല്ല. ഇതിൻ്റെ പരിഹാരം തേടേണ്ടത് ജനാധിപത്യ സംവിധാനത്തിൽ ഭരണകൂടത്തോടാണെങ്കിൽ കൂടി വ്യക്തികൾക്ക് അതിൽ നേരിട്ട് ഇടപെടാൻ കഴിയുന്നതാണ്. ആ അർത്ഥത്തിൽ ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ നിരവധി ഘടകങ്ങളെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യം വരുന്നത്
അണുകുടുംബം തന്നെയാണ്. അണുകുടുംബം വ്യക്തിജീവിതത്തിൽ ആനന്ദകരമായ അവസ്ഥ രൂപപ്പെടുന്നത് കുറേ അംഗങ്ങൾ ഒന്നിച്ചു കഴിയുമ്പോഴാണ്. അവിടെ ഏകാന്തതയും ഒറ്റപ്പെടലും പെട്ടെന്ന് വ്യക്തികളെ പിടികൂടുന്നില്ല. ഒരിടത്ത് പരസ്പരം അറിഞ്ഞു ജീവിക്കുക എന്നുള്ളത് സന്തോഷം നൽകുന്ന ഒരവസ്ഥയാണ്. ഒന്നിച്ച് താമസിക്കുമ്പോഴും വ്യക്തിപരമായി ഒരാളിൽ ഉണ്ടാക്കുന്ന നന്മയും തിന്മയും തിരിച്ചറിയാനും ഉൾക്കൊള്ളേണ്ടതിനെ ഉൾക്കൊണ്ടും തിരസ്കരിക്കേണ്ടതിനെ തിരസ്കരിച്ചുമുള്ള വീട്ടന്തരീക്ഷത്തിന് പ്രാധാന്യമുണ്ട്. 2000 വരെയെങ്കിലും കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് അത്തരമൊരവസ്ഥയായിരുന്നു. അതിനുശേഷമുണ്ടായ വീടുകൾ അച്ഛൻ, അമ്മ, 2-3 മക്കൾ എന്ന രീതിയിലേക്ക് ചുരുങ്ങി. അന്നേ വരെ വീടിനകത്ത് വിനിമയം ചെയ്യപ്പെട്ട സാമൂഹിക അറിവുകളുടെ പോരായ്മ വീടകങ്ങളിൽ അനുഭവപ്പെടാനും തുടങ്ങി. ഇത് കുറേ പേരുള്ള ഒരിടത്ത് നിന്ന് സ്വാഭാവികമായി കുട്ടികളിലും യുവാക്കളിലും ഉണ്ടാക്കേണ്ട നാട്ടറിവിനെയും അതുവഴി രൂപപ്പെടേണ്ട മൂല്യബോധത്തെയും നേരിട്ട് ബാധിച്ചു. എന്നാൽ കുടുംബം എന്നത് എല്ലാത്തിനെയും പരിഹരിക്കുന്ന ഒരു സാമൂഹ്യ സംവിധാനമാണ് എന്ന ആശയം അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ്. കാരണം അവിടെ പ്രവർത്തിക്കുന്നത് ആൺ അധികാരമാണ്. അത് അവസാനിക്കേണ്ടതും തുല്യത വീട്ടിൽ ഉണ്ടാവേണ്ടതുമുണ്ട്. അങ്ങനെ ഉണ്ടാകേണ്ട ഗുണകരമായ മാറ്റങ്ങൾ അണുകുടുംബങ്ങളിൽ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. അതിന് പ്രധാന കാരണങ്ങൾ അണുകുടുംബങ്ങളിൽ ഓരോ വ്യക്തികളും ഓരോ ലോകങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്നിച്ചിരുന്നുള്ള സംസാരവും ആശയവിനിമയവും അവസാനിച്ചു പോകും വിധം ഓരോരുത്തരുടെയും കയ്യിലുള്ള മൊബൈൽ അവരുടെ മുഴുവൻ സംവേദന പ്രക്രിയകളെയും നേരിട്ട് നിയന്ത്രിക്കാൻ തുടങ്ങി. ഒരു മുറിയിലേക്ക് വായിക്കൊണ്ട് വിളിച്ചു പറയേണ്ടത് വാട്സപ്പ് മെസ്സേജ് വഴി കൈമാറുന്നു. അതോടെ പരസ്പരമുള്ള ശബ്ദവിനിമയം അപ്രസക്തമായി. ഇങ്ങനെ പരസ്പരം നോക്കി സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആന്തരികമായ ആത്മാനുരാഗം എന്ന വികാരം നഷ്ടമാവുകയും അവിടെ സാങ്കേതിക പുതിയ സംവേദനക്രമത്തെ രൂപപ്പെടുത്തുകയും ചെയ്തു. ഇത് ആദ്യം പ്രവർത്തിച്ചു തുടങ്ങിയത് അണുകുടുംബത്തിൽ തന്നെയാണ്. അതോടുകൂടി വീട് എന്ന പൂന്തോട്ടത്തിൻ്റെ ഉള്ളടക്കങ്ങൾ ഒരു കൃത്രിമ സാങ്കേതിക പാർക്ക് എന്ന രീതിയിലേക്ക് മാറ്റപ്പെട്ടു. ഇത് കുട്ടികളിൽ ഉണ്ടാക്കേണ്ട സ്വഭാവ രൂപീകരണത്തെ നേരിട്ട് ബാധിച്ചു. വീട്ടിലെ ഓരോ മുറികളും ഓരോ ലോകമായി മാറി. ഫലമോ അണുകുടുംബ ദൈനംദിന സമൂഹങ്ങളെ സ്വാധീനിക്കുന്ന വിഷയങ്ങളൊന്നും കാണാതായി. അത് വ്യക്തിത്വ രൂപീകരണത്തെ ക്രമീകരിക്കുന്ന അടിസ്ഥാന സ്വഭാവങ്ങളെ പൂർണ്ണമായും മാറ്റി. ഇത് കുട്ടികൾക്കുണ്ടാക്കിയ പരിക്കുകൾ ചെറുതല്ല. അതിനെ തുടർന്നുണ്ടാക്കുന്നതാണ് അവരുടെ ജീവിത രീതിയിലെ മാറ്റം. ദുർബലമാകുന്ന സാമൂഹ്യ ബന്ധങ്ങൾ. മേൽപ്പറഞ്ഞ 2 അവസ്ഥകളെയും നേരിട്ട് ബാധിക്കുന്നുണ്ട് മനുഷ്യരുടെ സാമൂഹ്യ ബന്ധങ്ങൾ. ഒരു സമൂഹത്തിൻ്റെ ക്രിയാത്മകമായ ചലന സ്വഭാവത്തെ നേരിട്ട് സ്വാധീനിക്കുന്നതാണ് ആ സമൂഹത്തിൽ നടക്കുന്ന സാംസ്കാരിക വിനിമയങ്ങൾ. ഇത്തരം വിനിമയങ്ങളെ സാധ്യമാക്കുന്നത് മനുഷ്യർ തമ്മിലുള്ള ബന്ധമാണ്. ഇത്തരം ബന്ധങ്ങൾ ഒരിക്കലും ഏകപക്ഷീയമല്ലാത്ത വിധമാണ് കേരളത്തിലെ സാമൂഹ്യ നവോത്ഥാന മൂല്യങ്ങളിൽ പ്രവർത്തിച്ചു തുടങ്ങിയത്. മനുഷ്യൻ എന്ന വിശാല മാനവിക ബോധത്തിൽ മതവും ജാതിയും രാഷ്ട്രീയവും വർണ്ണവും ഒക്കെ മാറ്റി നിർത്തപ്പെടേണ്ടതാണെന്നും അതൊക്കെ കേവലം വ്യക്തിപരമായ അനുഭവങ്ങളെയാണ് സൂചിപ്പിക്കുന്നതെന്നുമുള്ള ബോധം എല്ലാ കാലത്തും സമൂഹത്തിൽ നിലനിന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വ്യത്യസ്ത മതവിചാരധാരയിലുള്ള മനുഷ്യർക്ക് മനുഷ്യൻ എന്ന അർത്ഥത്തിൽ ഒന്നിക്കാനും മുന്നോട്ടു പോകാനും കഴിയുന്നത്. ഇതൊക്കെ വസ്തുതകളാണ്. എന്നാൽ 1990-കൾക്ക് ശേഷം കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ മാറ്റം ഗൾഫ് സമ്പത്തിൻ്റെ ആധിക്യമാണ്. അത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഉന്നത പഠന സംവിധാനങ്ങളെയും വിപണി താൽപ്പര്യത്തിന് വിധേയമാക്കി. അവിടെ മത, ജാതി, രാഷ്ട്രീയ അധികാരമേൽക്കോയ്മയിൽ സ്ഥാപനങ്ങളുടെ ഉടമകൾ ഉണ്ടായി. ഇത് 2000-ഓടുകൂടി ഒരേ രീതിയിൽ ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തി. ഒരേ മതത്തിൽപ്പെട്ടവർ എത്തിച്ചേരുന്നത്
അതേ മതവിചാരത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലായി. അതോടുകൂടി അന്നേ വരെ നിലനിന്ന ബഹുസ്വര ജീവിത സാംസ്കാരിക അന്തരീക്ഷത്തെ ഓരോ ബ്ലോക്കുകളായി സമൂഹത്തിൽ രൂപപ്പെടുത്തി. ഈ നിർമ്മാണം വിരുദ്ധ അഭിപ്രായങ്ങളെയും ആശയങ്ങളെയും സംവാദാത്മകമായി രൂപപ്പെടുത്താനോ വളർത്തിക്കൊണ്ടുവരാനോ ഉള്ള ഇടത്തെ നഷ്ടപ്പെടുത്തി. അങ്ങനെ നേരത്തെ ഉണ്ടായിട്ടുള്ള ബഹുസ്വര മൂല്യങ്ങളുടെ വിനിമയ സാധ്യത ഈ പൊതുരീതിക്ക് മുമ്പിൽ സ്തംഭിച്ചു നിന്നു. ഈ സ്തംഭനാവസ്ഥയാണ് സാമൂഹ്യ ബന്ധങ്ങളെ ദുർബലമാക്കുന്നതിൻ്റെ ആദ്യത്തെ കാരണങ്ങളിൽ ഒന്ന്. ജീവിത രീതികൾ മാറുന്നു. വീടിനകത്തുണ്ടായ മാറ്റങ്ങൾ ആദ്യം ബാധിക്കുന്നത് ജീവിത രീതികളിലായിരിക്കും. അത് ഏറ്റവും എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്നത് വീട് വിട്ടിറങ്ങിപ്പോകുന്ന കുട്ടികളിലാണ്. അവർ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്ന് അന്വേഷിക്കാൻ പോലും കഴിയാത്ത വിധം രക്ഷിതാക്കൾ അവർക്ക് മുമ്പിൽ നോക്കുകുത്തികളായി മാറി. പ്രായപൂർത്തിയായ ഒരാൾക്ക് അങ്ങനെ ചോദിച്ചു പോകേണ്ടതിൻ്റെ ആവശ്യകത ഇല്ല. അതേസമയം അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന അടുപ്പം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആത്മബന്ധത്തിന് നൽകുന്ന ശക്തി ചെറുതല്ല. അത് ആരോട് എന്നുള്ളതല്ല, മറിച്ച് ആ വർത്തമാനം പരസ്പര സ്നേഹം കൈമാറ്റം ചെയ്യുന്നു എന്നതാണ്. സ്നേഹത്തിന് പുറത്ത് അത് മറ്റു വൈകാരിക വിഷയങ്ങളോടുള്ള കൊടുക്കൽ വാങ്ങലുകളെയും സഹായിക്കും. എന്നാൽ ജീവിത രീതികളിൽ അടിക്കടി ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഈ യാത്രയിൽ പ്രകടമാകും. കുട്ടികളിലുണ്ടായ ഉപഭോഗ തൃഷ്ണ, ഭൗതിക ജീവിതത്തോടുള്ള അമിതമായ ആസക്തി, അതിനെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ സാമൂഹ്യ ജീവിതത്തിൽ കാണുന്ന പുതിയ പ്രവണതകൾ എന്നിവ ശക്തിപ്പെട്ടു. ജീവിക്കുന്ന നിമിഷമാണ് ഏറ്റവും വിലപ്പെട്ടതെന്നും അതിനെ അങ്ങേയറ്റം സന്തോഷിപ്പിക്കാൻ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണമെന്നുമുള്ള ചിന്ത പുതിയ തലമുറയെ നേരിട്ട് ബാധിച്ചു. ആ സാമൂഹികാവസ്ഥ രൂപപ്പെടുത്തുന്നതിൽ സോഷ്യൽ മീഡിയ ചെലുത്തിയ സ്വാധീനം ചെറുതല്ല. അത് രഹസ്യമായും പരസ്യമായും പങ്കുവെക്കാൻ പറ്റുന്ന രീതിയിൽ ഉൽപ്പാദിപ്പിച്ച വിപണന തന്ത്രങ്ങൾ കുട്ടികളെ നേരിട്ട് ബാധിക്കാൻ തുടങ്ങി. അങ്ങനെ നടപ്പിലും കിടപ്പിലും ഭക്ഷണത്തിലും വസ്ത്രത്തിലും സംഭാഷണത്തിലും സൗഹൃദത്തിലുമുണ്ടായ മാറ്റങ്ങൾ പൂർണ്ണമായും ഒരു തലമുറയുടെ ജീവിതഗന്ധിയായ സ്വപ്നങ്ങൾക്ക് നൈമിഷികമായ ആയുസ്സേ നൽകിയുള്ളൂ. 20 വയസ്സായ ഒരു യുവാവോ യുവതിയോ 1-2 വർഷത്തെ ആനന്ദപൂർണമായ ജീവിതത്തിനാണ് ലഹരി ഉപയോഗിക്കുന്നത്. ഇതിനപ്പുറം അവർക്ക് സാമൂഹ്യ മനുഷ്യരായും ശാരീരികമായും ഭൗതികമായും ജീവിക്കാൻ കഴിയില്ല. ലഹരി ഉൽപ്പന്നങ്ങളോ മറ്റു രീതിയിലുള്ള ആഡംബര ജീവിതമോ 2-3 വർഷം മാത്രമേ അവർക്ക് ശാരീരികമായ ഉത്തേജനം നൽകുന്നുള്ളൂ. അപ്പോഴേക്കും മാറ്റപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള രോഗത്തിനും ആന്തരികാവയവങ്ങളുടെ തകർച്ചയ്ക്കും ഇത്തരം ചെറുപ്പക്കാർ അടിമപ്പെട്ട് ഈ ലോകത്തോട് വിട പറയുന്നു. ഇതുണ്ടാക്കുന്ന ജീവിത രീതികളിൽ വന്ന മാറ്റം കൊണ്ടാണ്. അത് കേവലം ഭക്ഷണം കൊണ്ടോ അറിവ് കൊണ്ടോ മാറ്റിയെടുക്കാൻ കഴിയാത്ത വിധം അതിൻ്റെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ നേരിട്ട് തന്നെ ഇത്തരം മനുഷ്യരെ ബാധിക്കുന്നു. അവർ കാണുന്ന സാമൂഹികാവസ്ഥ പണമുണ്ടാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ജന്മം നൽകിയ മാതാപിതാക്കളെ പച്ചക്ക് കൊന്നുതള്ളാൻ കഴിയുന്ന വിധം അവരുടെ മാനസികാവസ്ഥ മാറുന്നു. ആ അപമാനവികത ഞെട്ടിപ്പിക്കുന്നതും ഭയപ്പെടുത്തുന്നതുമാണ്. ഇത്തരം അവസ്ഥയിലാണ് എങ്ങനെയാണ് ജന്മം നൽകിയ മാതാപിതാക്കളെ ഉന്മൂലനം ചെയ്യാൻ കഴിയുന്നത് എന്ന ചോദ്യം ഉയരുന്നത്. അത് സാധ്യമാകുന്ന വിധം അവരുടെ തലച്ചോറിന് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നു എന്ന ചോദ്യത്തിൽ നിന്നാണ് ഇത്തരം അവസ്ഥകളുടെ ഗൗരവത്തെ തിരിച്ചറിയേണ്ടത്. 1-2 ദിവസം കൊണ്ട് മാത്രം ഒരാളുടെ തലച്ചോറിൽ ഉണ്ടാക്കുന്ന മാറ്റമല്ല ഇത്. വീടിനുള്ളിൽ കുട്ടികളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ വരികയും ഞങ്ങളുടെ വഴിയാണ് ശരിയെന്ന രീതിയിൽ തിരുത്തപ്പെടാൻ ആളുകൾ ഇല്ലാതെ വരികയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഓരോ യുവാക്കളും സ്വയം അധികാര രൂപമായോ കേന്ദ്രമായോ മാറ്റപ്പെടുന്നതോടുകൂടി ഇവരുടെ ചിന്തയിൽ നിന്ന് സാമൂഹ്യ മനുഷ്യബന്ധം അകലുന്നു. അങ്ങനെ സമൂഹത്തിൽ നിന്നുണ്ടാവേണ്ട ആത്മീയമായ ആനന്ദം
പൂർണ്ണമായി ഉണങ്ങി അവസാനിച്ചു പോകുന്നു. ഇത്തരമൊരു ഉഷ്ണാവസ്ഥയിൽ നിന്നാണ് തനിക്ക് മുമ്പിൽ നിൽക്കുന്ന മനുഷ്യർ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം പണത്തിനു വേണ്ടി ഓടുന്നത്. ആ വഴിയിൽ തൻ്റെ ആഡംബര ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ പണത്തിനു വേണ്ടി സ്വന്തം രക്തത്തെ തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഇത്തരം മനുഷ്യർ മാറുന്നു. ഇതിനെ നേരിട്ട് ബാധിക്കുന്നുണ്ട് അവർക്ക് മുമ്പിലെ സാമൂഹിക ബന്ധങ്ങൾ. മറ്റൊരു തരത്തിൽ ഏകാത്മക ചിന്താധാരയിലൂടെ ഓരോ മൂല്യബോധത്തെയും അതാത് മതത്തിൻ്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ വളർത്തിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ സാമൂഹ്യ ബന്ധങ്ങളിലുണ്ടാവുന്ന അകൽച്ച പൊതുവെ സമൂഹത്തിലുണ്ടാക്കുന്ന തെറ്റായ പ്രവർത്തനങ്ങളോടുള്ള കൂട്ടായ പ്രതികരണ ബോധത്തെ തകിടം മറിച്ചു. എവിടെയാണോ കുഴപ്പം സംഭവിച്ചത് അത് ഏത് മതത്തിൽപ്പെട്ട മനുഷ്യരുടേതാണ് എന്ന അന്വേഷണം പോലും കേരളത്തിൽ ശക്തിപ്പെട്ടു. അങ്ങനെ കൂട്ടമായി ഇടപെട്ട് പരിഹരിക്കപ്പെടേണ്ട പല സാമൂഹ്യ വിഷയങ്ങളും അതിൽ ഇരകളായവരുടെ മതം, ജാതി, സ്ഥലം, സോഷ്യൽ സ്റ്റാറ്റസ് തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ സമീപിക്കുന്ന രീതി ശക്തിപ്പെട്ടു. അത് അങ്ങേയറ്റം അപകടകരമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ പലപ്പോഴും കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രളയവും കോവിഡ് കാലവും നമ്മോട് പറഞ്ഞു തന്നതും അതാണ്. എന്നാൽ അതിനൊരു തുടർച്ചയുണ്ടാക്കാൻ കഴിയുന്ന വിധം നമ്മുടെ സാമൂഹ്യ സംവിധാനങ്ങൾ ഇപ്പോഴും ശക്തിപ്പെട്ടിട്ടില്ല. ആ തിരിച്ചറിവ് കൂടി ഈ കാലത്തിന് സ്വയം ബോധ്യപ്പെടുകയാണ്. നമുക്ക് മുമ്പിൽ ദുർബലമാകുന്ന സാമൂഹ്യ ബന്ധങ്ങൾ മനുഷ്യനെ സാമൂഹ്യ ജീവി എന്നതിൽ നിന്ന് അവരവരുടെ സ്വയം നിർമ്മിത ലോകത്തിലേക്ക് തളച്ചിടുന്നു. ഇത് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ്. അത് മാറ്റിയെടുത്ത് എല്ലാ മനുഷ്യരും എല്ലാ വിഷയങ്ങളെയും ബഹുസ്വര സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായി നോക്കിക്കാണണം. അങ്ങനെ വരുമ്പോൾ ഞാൻ എൻ്റേത് എന്നതിൽ നിന്നും നമ്മൾ നമ്മുടേത് എന്ന വിശാല മാനവിക ബോധത്തിലേക്ക് വളരാൻ കഴിയും. അത് നമുക്ക് മുമ്പിൽ രൂപപ്പെട്ട ഇരുട്ടിനെ മറികടക്കാൻ ശക്തി നൽകും. മതവും ജാതിയും രാഷ്ട്രീയവും ഒക്കെ വ്യക്തിപരമായ വിഷയമാണ്. മനുഷ്യനിലുണ്ടാവുന്ന തെറ്റായ പ്രവർത്തനങ്ങൾ വ്യക്തികളെ മാത്രമല്ല സമൂഹത്തെ മൊത്തം ബാധിക്കുന്നതാണ്. അത്തരം തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് ഓരോ വ്യക്തിയും സാമൂഹ്യ മനുഷ്യനായി മാറുന്നതും സമൂഹത്തോട് പ്രതിബദ്ധത ഉള്ളതായി തിരിച്ചറിയുകയും ചെയ്യുന്നത്. അതൊരു തരം ബഹുസ്വര ജീവിത സൗന്ദര്യത്തെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് സമൂഹത്തിൻ്റെ വെളിച്ചമായി മാറും. അതേസമയം സാമൂഹ്യ ബന്ധങ്ങളിലെ ശിഥിലീകരണം ഇതിനെ ബാധിക്കുന്നുണ്ട്. നഷ്ടപ്പെടുന്ന സാമൂഹ്യ ശ്രദ്ധയും കരുതലും മനുഷ്യജീവിതത്തിൻ്റെ ആന്തരികതയെ ശക്തിപ്പെടുത്തുന്നതിൽ സാമൂഹ്യ ബന്ധങ്ങൾക്ക് നിർണായക സ്ഥാനമുണ്ട്. അതേസമയം ഒരു വ്യക്തി എന്ന അർത്ഥത്തിൽ എൻ്റെ ആഗ്രഹങ്ങൾ എത്രമാത്രം മറ്റുള്ള മനുഷ്യരെ സ്വാധീനിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് എനിക്കുണ്ടാവേണ്ടതുണ്ട്. എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എനിക്ക് മുമ്പിലുള്ള മനുഷ്യരുടെ ജീവിതത്തെ ഏതെങ്കിലും രീതിയിൽ വ്രണപ്പെടുത്തുകയോ മുറിവേൽപ്പിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് ഞാൻ തന്നെയാണ്. ഇങ്ങനെയൊരു അവസ്ഥ എന്നിൽ ഉണ്ടാക്കുന്നതിന് ഞാൻ മാത്രമല്ല പ്രേരക ശക്തി, മറിച്ച് എൻ്റെ മുമ്പിലുള്ള മനുഷ്യരാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ തെറ്റായ വഴികളെ ചൂണ്ടിക്കാട്ടേണ്ടതും നേർവഴികളിലേക്കുള്ള യാത്രയെ രൂപപ്പെടുത്തേണ്ടതും സമൂഹമാണ്. ആ സമൂഹത്തിൻ്റെ കരുതലും ശ്രദ്ധയും വ്യക്തിയെ ശുദ്ധീകരിക്കുന്നുണ്ട്. സമകാലീന കേരളത്തിൽ ഇത്തരം കരുതലും ശ്രദ്ധയും കുറയുന്നതോടുകൂടി ഉണ്ടാകുന്ന തെറ്റായ പ്രവണതകൾ കൂടി വരികയാണ്. സമകാലീന കേരളത്തിൽ ഇത്തരം കരുതലും ശ്രദ്ധയും കുറയുന്നതോടുകൂടി ഉണ്ടാക്കുന്ന തെറ്റായ പ്രവണതകൾ കൂടി വരികയാണ്. അതിനെ തിരുത്താനും പ്രതിരോധിക്കാനും നമുക്ക് എത്രമാത്രം കഴിയുന്നു എന്നത് വലിയ ചോദ്യമാണ്. എന്തുകൊണ്ട് അതിന് കഴിയാതെ പോകുന്നു എന്നതിൻ്റെ കാരണങ്ങൾ കൂടി ചിന്തിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് സാമൂഹ്യ ശ്രദ്ധ നഷ്ടപ്പെടുന്നു എന്നതിന് ഒട്ടനവധി കാരണങ്ങളുണ്ട്. നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ സങ്കല്പങ്ങളിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് പ്രധാന കാരണം. നിലവിലെ സാമൂഹ്യാവസ്ഥയെ രൂപപ്പെടുത്തുന്നതിൽ 20-25 വർഷം പ്രായമായ യുവാക്കൾക്കുള്ള പങ്ക് ശ്രദ്ധിക്കേണ്ടതാണ്.
അവർ ജീവിക്കുന്ന സമൂഹത്തിന്റെ ഘടനാ സ്വഭാവത്തെ രൂപപ്പെടുത്തിയത് അവർക്ക് മുമ്പിലുള്ള തലമുറയാണ്. ആ തലമുറക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം സമൂഹത്തിലെ തെറ്റായ പ്രവർത്തികളെ പ്രതിരോധിക്കാൻ എന്തുകൊണ്ട് കഴിയാതെ പോകുന്നു? അവിടെയാണ് നൈസർഗികമായ രാഷ്ട്രീയ ബോധം പുതുകാലത്തെ അധികാര താൽപ്പര്യങ്ങൾക്ക് കീഴ്പ്പെട്ടു പോകുന്നു എന്ന വിമർശനത്തെ കാണേണ്ടത്. ഒരു തലമുറയെ ക്രിയാത്മകമായി വളർത്തിക്കൊണ്ടുവരേണ്ട സാമൂഹിക സ്ഥാപനങ്ങൾ ആ ഉത്തരവാദിത്വത്തെ വിപണിയുടെ ഭാഗമാക്കി. അതിൽ നിന്നുണ്ടാകുന്നത് വിപണി ഉൽപ്പന്നങ്ങളാണ്. അങ്ങനെ നിയമവും നീതിന്യായ സംവിധാനങ്ങളും അറിഞ്ഞോ അറിയാതെയോ സമൂഹത്തിലെ തെറ്റായ പ്രവണതകളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇതിനെ നിഷേധിക്കാൻ കഴിയില്ല. അതിനിടയിലാണ് കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ കേരളത്തിൽ ഇത്രമാത്രം ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും വിൽപ്പനയും നടന്നത്. ഇത്രയധികം ലഹരി വിപണനവും ഉപയോഗവും എങ്ങനെ ഉണ്ടായി? ഈ ചോദ്യത്തിന് മുന്നിൽ സാമൂഹ്യ സ്ഥാപനങ്ങൾ നോക്കുകുത്തിയാവുകയാണ്. ഇതിൻ്റെ ഇരകൾ കുട്ടികളാണ്. കുട്ടികൾ തങ്ങൾക്ക് ആവശ്യമുള്ള ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും സാധൂകരിക്കാൻ സമ്പത്ത് കണ്ടെത്താൻ ബാധ്യസ്ഥരാകുന്നു. അത് അവർ കണ്ടെത്തുന്നു. എന്നാൽ എങ്ങനെയെന്ന് അന്വേഷിക്കുന്നതിൽ സമൂഹം പരാജയപ്പെട്ടു. ചിലരാകട്ടെ ഇതൊന്നും തങ്ങളെ ബാധിക്കുന്നതല്ല എന്ന് സ്വയം തീരുമാനിച്ചു. ലഹരി ഉപയോഗിക്കുന്ന മക്കൾ വീട്ടിലുണ്ടായിരിക്കെ വീട്ടുകാർ വൈകിയാണ് അത് അറിയുന്നത്. സ്വന്തം വീടുകളിൽ എന്തു നടക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോഴാണ് സാമൂഹ്യ ജാഗ്രതയെക്കുറിച്ച് ബോധ്യം ഉണ്ടാവുന്നത്. ഇതൊക്കെയാണെങ്കിൽ കൂടി ഇതിനെയൊക്കെ സ്വാധീനിക്കുന്ന തരത്തിൽ കുട്ടികളുടെ സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇടപെടലുകൾ കുറഞ്ഞു വരുന്നുണ്ട്. ഈ യാഥാർത്ഥ്യത്തെ നിഷേധിക്കാൻ കഴിയില്ല. കുടുംബ സാമൂഹ്യ ബന്ധങ്ങളിലെ ശിഥിലീകരണം, വ്യക്തിയായാലും കുടുംബമായാലും അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള ആശയവിനിമയ സാധ്യതകളെയും നേരിട്ടോ അല്ലാതെയോ നിയന്ത്രിക്കുന്നത് സമൂഹം തന്നെയാണ്. വീട്, കുടുംബം ഇതൊക്കെയും ആ അർത്ഥത്തിൽ മനുഷ്യരുടെ സ്വയം നവീകരണത്തെ നേരിട്ട് ബാധിക്കുന്നതാണ്. കുടുംബത്തിൻ്റെ ശിഥിലീകരണം ആരംഭിക്കുന്നത് അതിലെ അംഗങ്ങൾക്ക് മനസ്സ് തുറന്ന് ആശയ സംവേദന സാധ്യമാകുന്നിടത്ത് നിന്നാണ്. അതിൽ അണുകുടുംബവും കുടുംബത്തിലെ തന്നെ അംഗങ്ങളുടെ വിരുദ്ധ താൽപ്പര്യങ്ങൾ പൊതുവായി അവതരിപ്പിക്കാൻ കഴിയാത്തതിൻ്റെ പരിമിതിയും ഉണ്ട്. 4 or 5 പേർക്ക് ഒന്നിച്ചിരുന്ന് പരസ്പരം പങ്കുവെക്കാൻ കഴിയാത്ത വിധം ഓരോ വ്യക്തികളിലും ഉണ്ടായ മാറ്റം കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പിനെ നേരിട്ട് ബാധിക്കുന്നുണ്ട്. എന്നാൽ അത് പരസ്പരം പങ്കുവെക്കുന്നതോടുകൂടി തെറ്റിനെ തെറ്റായും പോരായ്മയെ പോരായ്മയായും വിലയിരുത്തി മുന്നോട്ടു പോകാൻ കഴിയാത്ത വിധം കുടുംബത്തിനുള്ളിൽ വിശാല സംവാദനത്തിൻ്റെ ഇടങ്ങളില്ലാതാകുന്നു. ഇത് സമൂഹത്തെ ബാധിക്കുന്നത് പലപ്പോഴും വളരെ വൈകിയായിരിക്കും. ഒരു വ്യക്തിയുടെ സാമൂഹ്യ ബോധത്തെ രൂപപ്പെടുത്തുന്നത് വീട് മാത്രമല്ല, സമൂഹം കൂടിയാണ്. എന്നാൽ ഈ സമൂഹത്തിലേക്ക് മനസ്സെത്തുന്നത് വീടുകളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ പരസ്പരം പൂരകങ്ങളായി വ്യക്തിബന്ധങ്ങളെ നിർണയിക്കുന്നതിന് വീടിനും സമൂഹത്തിനും കൃത്യമായ സ്പേസ് ഉണ്ട്. അങ്ങനെ കുടുംബം എന്ന ഇടം നിരന്തരമായി നവീകരിക്കപ്പെടേണ്ടതിന് പകരം അത് ഉണങ്ങിപ്പോകുന്നത് സാമൂഹ്യ ബന്ധങ്ങളെ നേരിട്ട് ബാധിക്കുന്നു. അതിൻ്റെ ഫലമാണ് ഇന്ന് നാം പൊതു ഇടങ്ങളിൽ കാണുന്നത്. ഇത് ഇങ്ങനെ സംഭവിക്കുമ്പോഴും എന്തുകൊണ്ട് ഒരു വിധത്തിലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം ദുരവസ്ഥ ശക്തിപ്പെടുന്നു എന്നുള്ളതാണ് സമൂഹത്തിൻ്റെ ചോദ്യം. നമുക്ക് കുറച്ചുകൂടി ആഴത്തിലും പരപ്പിലും മനസ്സ് തുറക്കാൻ കഴിയേണ്ടതുണ്ട്. അത് വീടിനുള്ളിൽ മാത്രം സംഭവിക്കേണ്ടതല്ല. നമ്മുടെ യാത്ര പോലും സ്വന്തം വാഹനത്തിലാകുമ്പോൾ നമുക്ക് ആദ്യം നഷ്ടമാകുന്നത് അന്യമനുഷ്യരോടുള്ള വർത്തമാനമാണ്. നേരിട്ട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമല്ല ഫോൺ വഴി സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്നത്. പരമാവധി നേരിൽ കണ്ട് മനസ്സ് തുറക്കുമ്പോഴാണ് മനുഷ്യൻ ഒന്നുകൂടി സ്നേഹത്തെ അനുഭവിക്കുകയും സ്വയം നവീകരണം സാധ്യമാവുകയും ചെയ്യുന്നത്. പുതിയ കാലത്ത് നമുക്ക് നഷ്ടമാകുന്നതും നഷ്ടപ്പെടുന്നതും പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകളാണ്. അത് തിരിച്ചു പിടിക്കാൻ മാത്രമേ സാമൂഹ്യ ബന്ധങ്ങളിലെ ശിഥിലീകരണത്തെ മറികടക്കാൻ കഴിയും. അവിടെ വ്യക്തിപരമായി നാം കൊണ്ടു നടക്കുന്ന എല്ലാ സ്വകാര്യങ്ങളും സാമൂഹ്യ ജീവിത
ജീവി എന്ന അർത്ഥത്തിൽ ഒതുക്കി നിർത്താൻ തയ്യാറാക്കണം. അങ്ങനെ മനുഷ്യൻ എന്ന അർത്ഥത്തിൽ എല്ലാവരും ഒന്നിക്കുമ്പോഴാണ് ഇടുങ്ങിയ ഇടങ്ങളിൽ നിന്ന് വ്യക്തികൾക്ക് മാനസികമായും ഭൗതികമായും വികസിക്കാൻ കഴിയും. അമിത സ്വാധീനം ചെലുത്തുന്ന സുഹൃത്ത് ബന്ധങ്ങൾ. ഈ ലോകം നിലനിൽക്കുന്നത് തന്നെ പരസ്പര ആശ്രയത്വത്തിൻ്റെയും അനുഭവത്തിൻ്റെയും ആനന്ദത്തിലാണ്. അങ്ങനെയല്ലാതെ ഓരോ വ്യക്തികളും ഓരോരുത്തരായി മാറുമ്പോൾ ജീവിതം അങ്ങേയറ്റം വിരസമാവുകയും ചിലർക്കെങ്കിലും അമിത മാനസിക സമ്മർദ്ദത്തെ മറികടക്കാൻ കഴിയാതെ ആത്മഹത്യയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. നല്ല സൗഹൃദമുള്ള വ്യക്തി താൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നുള്ള മോചന വഴി കണ്ടെത്തുന്നത് സുഹൃത്തുക്കളോട് മനസ്സ് തുറന്നാണ്. അങ്ങനെ സംസാരിക്കുമ്പോൾ മാനസികമായ വിഷമങ്ങളെയും ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും മറികടക്കാൻ കഴിയുന്നു. അങ്ങനെയാണ് എക്കാലത്തും സമാധാനത്തോടെ സമൂഹം മുന്നോട്ടു പോയിട്ടുള്ളത്. ഈ അർത്ഥത്തിലുള്ള സൗഹൃദം മനുഷ്യരുടെ പരസ്പര ബന്ധങ്ങളെ വളർത്തുന്നു. ഈ രീതിശാസ്ത്രത്തിൽ കുട്ടികളിൽ കാണുന്ന സൗഹൃദങ്ങളെ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാറിയ കാലവും ആ കാലത്തിൽ ജീവിക്കുന്ന കുട്ടികളുടെ ജീവിതാഭിമുഖ്യങ്ങളുമാണ്. മാറിയ കാലത്തിൻ്റെ സവിശേഷതയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് വെർച്വൽ ലോകത്തിൻ്റെ ഇടപെടലുകളാണ്. പുതിയ കാലത്ത് കുട്ടികളുടെ സൗഹൃദങ്ങൾ രൂപപ്പെടുന്നത് തന്നെ നിരന്തരമായ ഇടപെടലുകളിലൂടെ അല്ല. അങ്ങനെയുണ്ടാകുന്നതാണ് ജൈവ സ്വഭാവമുള്ള സൗഹൃദം. എന്നാൽ നേരിൽ കാണാതെ സോഷ്യൽ മീഡിയ വഴിയുള്ള സൗഹൃദങ്ങൾ 90% മറച്ചുവെക്കപ്പെട്ട വ്യക്തിത്വങ്ങളിലൂടെ രൂപപ്പെടുന്നതാണ്. അങ്ങനെയുള്ള സുഹൃത്തുക്കളെ നേരിൽ കാണുമ്പോൾ മാത്രമാണ് അവരുടെ യഥാർത്ഥ രൂപത്തെയും മാനസികാവസ്ഥയെയും മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോഴേക്കും രണ്ടുപേർ തമ്മിലുള്ള സൗഹൃദം പല രീതിയിലുള്ള ബാധ്യതകളുടെ വഴിയിൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കും. ചിലപ്പോഴത് വ്യക്തിയുടെ ജീവിത രീതികളെ തന്നെ തകിടം മറിക്കുന്ന രീതിയിലായിരിക്കും. എപ്പോഴും ലഹരിയുമായിട്ടുള്ള സൗഹൃദം രൂപപ്പെടുന്നത് ഇത്തരം സൗഹൃദങ്ങൾ വഴിയായിരിക്കും. ഇതിനെ കണ്ടെത്താൻ വീടിന് എളുപ്പത്തിൽ കഴിയില്ല. ഇത്തരം വസ്തുതകൾ നിലനിൽക്കെ കുട്ടികളിൽ ഉണ്ടാക്കുന്ന സ്വഭാവ മാറ്റങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കണം. അങ്ങനെ തെറ്റായ ബന്ധങ്ങളെ തുടക്കത്തിലെ തിരുത്താൻ കഴിയണം. അത്തരത്തിൽ എത്ര വീടുകൾക്ക് കുട്ടികളെ നിരീക്ഷിക്കാൻ കഴിയുന്നുണ്ട് എന്നത് വലിയ ചോദ്യമാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ മാത്രമാണ് സൗഹൃദങ്ങൾ വഴിതെറ്റായി ജീവിക്കാൻ വിധിക്കപ്പെടുന്ന കുട്ടികളെ നേർവഴിയിലേക്ക് നയിക്കാൻ കഴിയുക. എല്ലാ കാലത്തും നല്ല സൗഹൃദങ്ങൾ ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തെയും സാമൂഹിക ജീവിതത്തെയും സമ്പന്നമാക്കിയിട്ടേയുള്ളൂ. നല്ല സൗഹൃദങ്ങളെ കണ്ടെത്തുക എന്നുള്ളതാണ് എല്ലാ മനുഷ്യരുടെയും ആവശ്യം. അതിൽ കുട്ടികൾക്ക് കിട്ടുന്ന സൗഹൃദങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ വഴികളെ സ്വാധീനിക്കുന്നത് കൊണ്ട് മുതിർന്നവരെക്കാൾ കൂടുതൽ ജാഗ്രത കുട്ടികളിൽ തന്നെയാണ് പുലർത്തേണ്ടത്. അതിനവരെ പ്രാപ്തമാക്കേണ്ടത് സമൂഹമാണ്. കുട്ടികളിൽ കുറഞ്ഞു വരുന്ന സാമൂഹ്യ ജീവിതം. നിലവിലെ അവസ്ഥയിൽ എല്ലാ വിമർശനങ്ങളും ഏറെക്കുറെ എത്തി നിൽക്കുന്നത് കുട്ടികളിലാണ്.